ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടെ ഞാനും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടാണ് വന്നേക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ വർഷവും വരുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ മീറ്റ് ചെയ്തു നാട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, കൂട്ടുകാരിയെ കണ്ടതിൻ്റെ സന്തോഷം. അതുപോലെ തന്നെ നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ അഷ്ടമുടി കായൽ, പിന്നെ ഈ പാർക്കിൻ്റെ വൈബ്, അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയും സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലൂടെ നമുക്ക് കാണാം. വളരെ ചെറിയ ഒരു എൻട്രി ഫീ മാത്രമേ ഉള്ളൂ ഈ പാർക്കിൽ പ്രവേശനത്തിന്. എന്നാലും ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ്, ബമ്പർ ബോട്ട്, ബനാന ബോട്ട്, ജെറ്റ് സ്കീ, ഫ്ലൈ ബോട്ട്, സ്പീഡ് ബോട്ട്, മോട്ടോർ ബോട്ട്, അതുപോലെ സാമ്പ്രാണിക്കോടിയിലേക്ക് ഇവിടുന്ന് ബോട്ട് ട്രിപ്പും ഉണ്ട്. സാമ്പ്രാണിക്കോടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇവിടെ അടുത്തുള്ളൊരു ചെറിയ ഐലൻഡ് ആണ്. അവിടേക്ക് ഇവിടുന്ന് ഡെയിലി ബോട്ട് ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്നും ഉണ്ട് ബോട്ട് ട്രിപ്പ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കൊല്ലംകാരല്ലെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ എക്സ്ട്രാ ഫീസ് ഉണ്ട്. അല്ലാതെ ഈ പാർക്കിലേക്കുള്ള പ്രവേശന ഫീ വളരെ തുച്ഛമായിട്ടുള്ള കാശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൊല്ലത്തിനടുത്ത് താമസിക്കുന്നവരാണ്, ഇതുവരെ ഇവിടെ കുട്ടികളുമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസം കുട്ടികളുമായിട്ട് വന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതുപോലെ ഒരു സൈഡിൽ നമുക്ക് അഷ്ടമുടി കായൽ കാണാം. കായലിൽ കൂടെ ഇങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അതൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇതാണ് എൻ്റെ കൂട്ടുകാരി സുനിത. കണ്ടില്ലേ, നല്ലൊരു വൈബാണ് ഇവിടെ. ഫാമിലിയുമായിട്ടൊക്കെ വൺ ഡേ ട്രിപ്പിന് വരാനും കുട്ടികളെ കളിക്കാൻ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഒരു പിക്നിക്കിന് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പഴയ 4ാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് മാറി. ഞങ്ങൾ 4th സ്റ്റാൻഡേർഡിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സുനിതയുടെ അമ്മ അവിടുത്തെ ടീച്ചറായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയുടെ കൈയും പിടിച്ച് വന്ന ഒരു പാവാടക്കാരി കുട്ടിയായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് അത്. ഞങ്ങൾ ഇത്രയും വർഷം മെയിൻറ്റെയിൻ ചെയ്തു, വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 2 ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. എന്നാലും ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വാട്സപ്പിൽ കൂടെയും ചാറ്റിൽ കൂടെയും ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വരുമ്പോഴൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങനൊരു ചെറിയൊരു ഔട്ടിങ്ങുമായിട്ട് ഇറങ്ങിയതാണ്. ഇനി എന്ത് സുനിതയ്ക്ക് പറയാനല്ലേ? എൻ്റെ ലവ്ലി സ്വീറ്റ് ഫ്രണ്ടാണ്. ഒത്തിരി വർഷം 4th പഠിക്കുമ്പോൾ തുടങ്ങി നമ്മൾ ഇത്രയും വർഷം വളരെ തിക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെ ഊഹിക്കാമല്ലോ, എന്തുമാത്രം ഇത്ര വർഷത്തെ ഒരു ഡീപ്പ് റിലേഷൻ കാണുമെന്ന്. പാർക്കിൽ ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാവേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് തിരുമുല്ലവാരത്ത് ചന്ദ്രൻചേട്ടൻ്റെ ഹോട്ടലിന് മുന്നിലാണ്. ചന്ദ്രൻചേട്ടൻ്റെ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ
എല്ലാ സാധനങ്ങളും വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. 50 വർഷത്തിൽ കൂടുതലായി ചേട്ടൻ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ്. പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ചന്ദ്രൻ ചേട്ടൻ്റെ ഫുഡ് ട്രൈ ചെയ്യുക. അത് പുള്ളിക്കും ഒരു വലിയ സഹായമായിരിക്കും. നല്ല നാടൻ ഊണാണ്. നല്ല ചോറ്, കൊഞ്ചുകറി ഉണ്ട്, നല്ല വെന്ത കപ്പ, കടുമാങ്ങ അച്ചാറ്, പച്ചടി, തോരൻ, പിന്നെ സ്പെഷ്യലാണ് ഞങ്ങൾ മേടിച്ചേക്കുന്ന കണവ റോസ്റ്റ് ഉണ്ട്, മീൻകറി ഉണ്ട്. അപ്പം ഞാനിന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല സ്നേഹബന്ധങ്ങൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായവയാണ്. സൗഹൃദം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിലും ആത്മാർത്ഥതയിലുമുള്ള ഒരു ബന്ധമാണ്. ഒരു നല്ല സൗഹൃദം നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായ ദിശയിൽ നയിക്കും. സത്യസന്ധതയും സഹനവും അടിസ്ഥാനമാക്കിയുള്ള സൗഹൃദങ്ങൾ ദൈർഘ്യമേറിയതും ആത്മീയത നിറഞ്ഞതുമായിരിക്കും. അത്തരം ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിലൂടെയും പിന്തുണയിലൂടെയും സമൃദ്ധമാകുന്നു. ഇതിനാൽ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താനും അവരെ നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല സൗഹൃദം എന്നത് ഓരോ മനുഷ്യ ജീവിതത്തിനും ഒരു ദീപസ്തംഭം പോലെയാണ്. പ്രകാശം പകരുന്ന, ദിശ നൽകുന്ന ദീപസ്തംഭം.